കേരള ക്രിക്കറ്റ് ലീഗ് ഫൈനലിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ബാറ്റിംഗ് തകർച്ച. 13 റൺസ് എടുക്കുന്നതിനിടെ 4 വിക്കറ്റ് നഷ്ടമായി. വിനൂപ് മനോഹരന് അതിനിടയിൽ അർദ്ധ സെഞ്ചുറി നേടാനായി. വിവരങ്ങളുമായി അർജുൻ രാജ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, ഇപ്പോൾ കൊച്ചിക്ക് തിരിച്ചുവരവിന് സാധിച്ചിട്ടുണ്ടോ? എത്ര ഓവർ പൂർത്തിയായി? ബിനിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറയാം. ആദ്യഘട്ടത്തിൽ മികച്ച ഒരു തുടക്കം കൊച്ചിക്ക് ലഭിച്ചിരുന്നു. അവരുടെ വിനൂപ് മനോഹരൻ 70 റൺസ് എടുത്ത് മികച്ച തുടക്കം അവർക്ക് നൽകുകയും ചെയ്തു. വിപുൽ ശക്തിക്ക് 1 റൺസ് എടുത്ത് പുറത്തായെങ്കിലും ഈ വിനൂപ് മനോഹരന്റെ ഒരു തുടക്കം വലിയ നിരയിൽ ഒരു റൺസ് തുടക്കഘട്ടം ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ചു. പക്ഷേ അതിനുശേഷം മധ്യനിരയിൽ 4 വിക്കറ്റുകൾ പെട്ടെന്ന് നഷ്ടമാകുന്നതാണ് കണ്ടത്. 13 റൺസ് എടുക്കുന്നതിനിടെ 4 വിക്കറ്റ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒടുവിൽ വിവരം കിട്ടുമ്പോൾ അവർക്ക് അത്യാവശ്യത്തിന് ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 17 ഓവർ പിന്നിടുമ്പോൾ 153 റൺസ് എന്ന നിലയിലേക്ക് കൊച്ചിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 20 ഓവർ പൂർത്തിയാകുമ്പോൾ 170 റൺസോളം പ്രതീക്ഷിക്കുകയാണ് ഈ ഘട്ടത്തിൽ കൊച്ചി. ഓൾറൗണ്ടർമാരായിട്ടുള്ള മുഹമ്മദ് ആഷിഖും ജോബിയുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ആൻഫ്ലി ഫ്രാൻസിസുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ഇരുവരുടെയും പ്രകടനം കൊച്ചിക്ക് നിർണായകമാണ്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഓൾറൗണ്ടർമാരാണ് ഇരുവരും പുറത്താകാതെ ഇപ്പോൾ 27 റൺസും മുഹമ്മദ് ആഷിഖ് 7 റൺസും എടുത്തിട്ടുണ്ട്. വാലറ്റത്ത് ഇവർ നൽകിയ പിന്തുണയാണ് സ്കോർ 150ലേക്ക് എത്തിക്കുന്നതിന് കൊച്ചിയെ സഹായിച്ചിട്ടുള്ളത്. മറുവശത്ത് കൊച്ചിക്കെതിരായി കൊല്ലത്തിന്റെ ബൗളിംഗ് നിര ആദ്യഘട്ടത്തിൽ പതറിയെങ്കിലും പിന്നീട് അവരൊക്കെ തിരിച്ചുവരവിന്റെ പാതയിലേക്ക് എത്തി എന്ന് പറയണം. ബൗൾ ചെയ്ത എല്ലാവരും വിക്കറ്റുകൾ വീഴ്ത്തുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ വലിയ സ്കോറിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിടത്ത് നിന്ന് കൊച്ചിയെ ഒരു 200 റൺസിന് താഴേക്ക് മാറ്റാൻ കൊല്ലത്തിന്റെ ബൗളിംഗ് നിരയ്ക്ക് കഴിഞ്ഞു. അതേ സമയത്ത് തന്നെ വാലറ്റത്ത് ഇപ്പോഴും മുഹമ്മദ് ആഷിഖ് ഉൾപ്പെടെയുള്ള വമ്പൻ അടിക്കാരായിട്ടുള്ള ഓൾറൗണ്ടർമാരുണ്ട്. 2 ഓവർ ബാക്കിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 200 റൺസിന് മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇപ്പോൾ 18 ഓവർ പൂർത്തിയാകുകയാണ്. 154 റൺസാണ് ഇപ്പോൾ കൊച്ചിയുടെ കയ്യിലുള്ളത്. മറുവശത്ത് ശക്തമായിട്ടുള്ള ബാറ്റിംഗ് നിര കൊല്ലത്തിനുണ്ട്. സച്ചിൻ ബേബി ഉൾപ്പെടെ വിഷ്ണു വിനോദ് ഉൾപ്പെടെയുള്ള കരുത്തുറ്റ ബാറ്റിംഗ് നിരയാണ് കൊല്ലത്തിന് സ്വന്തമായിട്ടുള്ളത്. കഴിഞ്ഞ ഫൈനലിൽ ഉൾപ്പെടെ നമ്മളത് കണ്ടതാണ്. സച്ചിൻ ബേബിയുടെ സെഞ്ചുറി അടക്കം വലിയൊരു തിരിച്ചുവരവ് നടത്താൻ ശേഷിയുള്ള ടീമാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ എത്ര വലിയ സ്കോറും ഉയർത്തിയാലും അത് പിന്തുടരാൻ ശേഷിയുള്ള ടീമാണ് കൊല്ലം എന്നിരിക്കെ മികച്ച ബാറ്റ്സ്മാൻമാർ അവർക്ക് ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അർജുൻ, യഥാർത്ഥത്തിൽ ഈ ഫൈനലിൽ സഞ്ജു സാംസണ്, കൊച്ചിയുടെ തുറുപ്പുചീട്ടായിരുന്ന സഞ്ജു സാംസൺ ഫൈനലിൽ കളിക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ട് ദുബായിൽ ക്യാമ്പിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ ഒരു അഭാവം ഇന്നത്തെ അവരുടെ ബാറ്റിംഗ് ഇന്നിങ്സ് കാണുമ്പോൾ അത് തോന്നുന്നുണ്ടോ ആരാധകർക്കെങ്കിലും? സഞ്ജുവിന്റെ അഭാവം എന്തായാലും കൊച്ചിക്കും ഒപ്പം തന്നെ കേരള ക്രിക്കറ്റ് ലീഗിനും വലിയ നഷ്ടമായി തന്നെ തുടരും. നമ്മളോട് നേരത്തെ സംസാരിച്ച ആരാധകരും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സംഘാടകരും ഒക്കെ ആ നഷ്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ സഞ്ജുവിനെ ഇത്തവണ കേരള ക്രിക്കറ്റ് ലീഗിലേക്ക് എത്തിച്ചത് വഴി കിട്ടിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഇപ്പോഴും അതിൻ്റെ ഒരു അലയൊലി ഉണ്ടെന്നുള്ളതാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആരാധകരും അസോസിയേഷനും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ആരാധക കൂട്ടം ഇപ്പോൾ ഈ മത്സരം ഫൈനൽ കാണാൻ വേണ്ടി കാര്യവട്ടം സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനും അതിന്റെ നേട്ടം വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ മികച്ച ഫോമാണ് ഇത്തവണ കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു കാഴ്ചവെച്ചത്. അത് സഞ്ജുവിന് അടുത്ത ഏഷ്യ കപ്പിൽ ഉൾപ്പെടെ അവസരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സഞ്ജുവിന്റെ പ്രകടനത്തിന്റെ ചുമലിലേറിക്കൊണ്ടാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഇന്ന് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ സഞ്ജുവിനൊപ്പം തന്നെ ഒരുപിടി മികച്ച താരങ്ങൾ കൂടി ചേർന്ന ടീമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിപുൽ ശക്തിയും വിനൂപ് മനോഹരനും ഉൾപ്പെടെയുള്ള ഒരു ഓപ്പണിംഗ് നിര ശക്തമാണ്. അതിൽ വിനൂപ് മനോഹരൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. അതിനുശേഷം ഒപ്പമുണ്ടായിരുന്ന സാലി സാംസൺ, സഞ്ജുവിന്റെ സഹോദരനായിട്ടുള്ള സാലി സാംസൺ മികച്ച പിന്തുണയാണ് വിനൂപ് മനോഹരന് നൽകിയത്. ഇരുവരും തമ്മിലുള്ള കൂട്ടുകെട്ട് മികച്ച ഒരു ഇന്നിങ്സ്, 2ാം വിക്കറ്റ് കൂട്ടുകെട്ട് മികച്ച ഒരു തുടക്കം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് പെട്ടെന്ന് വിക്കറ്റ് പോകുകയും ഒരു പതർച്ചയിലേക്ക് ബ്ലൂ ടൈഗേഴ്സ് പോവുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ തിരിച്ചു വരികയാണ്. എന്തായാലും ഒരു 200 റൺസിന് അടുത്തേക്ക് കൊച്ചി എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ശക്തമായിട്ടുള്ള മത്സരത്തിലേക്ക് 200 റൺസിലേക്ക് കൊച്ചിയുടെ ആ ബാറ്റിംഗ് ഇന്നിങ്സ് ഫിനിഷ് ചെയ്യുമെന്നുള്ളതാണ് കരുതുന്നത്. അർജുൻ രാജാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കരുത്തരായ കൊല്ലം സെയിലേഴ്സ് ഇപ്പോൾ അവരുടെ ബാറ്റിംഗ് ആരംഭിക്കാൻ ഇനി 2 ഓവർ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്.